ഇരുളിൽ വെളിച്ചം. 19-ാം സങ്കീർത്തനം 1 മുതൽ 14 വരെ. ചിന്തയ്ക്കായിട്ട് 4ഉം 5ഉം വാക്യങ്ങൾ. അവിടെ അവൻ സൂര്യനെ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനെ തുല്യം. വീരനെപ്പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആലിസ് ബ്രൈറ്റ്സ് എന്ന അന്ധയുടെ ആത്മകഥ അത്യന്തം ഹൃദയസ്പർശമാണ്. അനുവാചിക ഹൃദയങ്ങളിൽ പ്രകാശം പകരുന്ന ഒരു വീരകഥയാണത്. താൻ അന്ധയായി തീരുന്നതിന് മുൻപ് ഇരുളും വെളിച്ചവും പരസ്പരം അലിഞ്ഞു ചേർന്ന് പ്രകൃതിയെ മനോഹരമാക്കി തീർക്കുന്നത് കണ്ട് ആസ്വദിക്കാനുള്ള അസാമാന്യമായ കഴിവ് അവർക്കുണ്ടായിരുന്നു. പ്രകാശത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങളും പ്രകൃതിയുടെ വർണ്ണഭംഗിയും കൂടി കെട്ടിപ്പുണരുന്നത് നോക്കി നിൽക്കാൻ എത്ര രസമായിരുന്നുവെന്നോ. കർട്ടൻ ഉയരുമ്പോൾ അണിഞ്ഞൊരുങ്ങിയ നടൻ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്ന പോലെ വീണ്ടും ഒരു പകൽ പിറക്കുന്നു എന്ന സന്ദേശവുമായി പർവ്വതനിരകളുടെ ഉച്ചിയിൽ ചവിട്ടിക്കയറി വരുന്ന സൂര്യൻ്റെ തിരുപ്പുറപ്പാട് എത്ര കണ്ടാലും അവർക്ക് മതിവരില്ലായിരുന്നു. വൃക്ഷങ്ങളുടെ ഇലപ്പടർപ്പുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങി വരുന്ന ആ പ്രകാശരശ്മികൾക്ക് എന്തൊരു ഭംഗിയാണ്. മഞ്ഞ് പുതച്ച് തണുത്ത് വിറച്ച് മരവിച്ച് കിടന്നിരുന്ന പുൽക്കൊടികൾ വീണ്ടും അത് തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. പൂക്കൾ പുഞ്ചിരിയോടുകൂടി സൂര്യനെ സ്വാഗതം ചെയ്യുന്നു. സായാഹ്നത്തിൽ വീണ്ടും കർട്ടൻ വീഴുമ്പോൾ തൻ്റെ അഭിനയം പൂർത്തിയാക്കിയ സൂര്യൻ അണിയറയിൽ മറയുന്നു. പക്ഷേ അതാ ഒരു സ്പോട്ട് ലൈറ്റ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇനിയും അഭിനയിക്കാനുള്ളത് ചന്ദ്രൻ്റെ ഭാഗമാണ്. വെള്ളി ഉരുക്കിയൊഴിച്ച മാതിരിയുള്ള പ്രകാശപ്രളയത്തിൽ പ്രകൃതി മുങ്ങിക്കുളിക്കുന്നത് കാണുമ്പോൾ ആലീസിൻ്റെ ആത്മാവിൽ കുളിരെ കോരിയിടുമായിരുന്നു. ഇങ്ങനെ വെളിച്ചത്തിൻ്റെ ഭിന്ന ഭാവങ്ങളും അതിൻ്റെ അത്ഭുത പ്രതിഭാസങ്ങളും കാണുന്നതിനും ആസ്വദിക്കുന്നതിനും അനന്യസാധാരണമായ കഴിവുണ്ടായിരുന്ന ആ വനിതയ്ക്ക് പെട്ടെന്നാണ് ഒരു ദിവസം കണ്ണു കാണാൻ പാടില്ലാതായത്. പ്രകാശത്തിൻ്റെ ലോകത്തിൽ നിന്ന് ഇരുളിൻ്റെ ലോകത്തിലേക്ക് താൻ പ്രവേശിച്ചതുപോലെ ഒരു തോന്നൽ. ആലീസ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു. രാത്രിക്ക് 12 മണിക്കൂറല്ലേ ദൈർഘ്യമുള്ളൂ. വീണ്ടും പ്രഭാതം പൊട്ടിവിടരും. അപ്പോൾ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് കടന്നുവരുന്ന രവിബിംബത്തെ വീണ്ടും കാണാം. തൻ്റെ കണ്ണിനെ ബാധിച്ച രോഗം താൽക്കാലികമായിരിക്കാമെന്ന് ആലീസ് ഓർത്തു. പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ നിത്യ രാത്രിയുടെ തുടക്കമായിരുന്നു അതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ മാത്രമേ മനസ്സിലായുള്ളൂ. തൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇരുളിൻ്റെ ഭീകരത അവരെ ഞെരിച്ചുകൊണ്ടിരുന്നു. വെളിച്ചത്തിനായി ദാഹിച്ച ആ വനിത ഒരു കൈത്തിരിയുടെ വെളിച്ചമെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ആശിച്ചു. ഒരു ദിവസം ഒരു വൈദികൻ ആലീസിനെ കാണുന്നതിനായി അവളുടെ വീട്ടിൽ ചെന്നു. അദ്ദേഹം അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കുഞ്ഞേ, ദൈവം തൻ്റെ കുരിശ് നിന്റെ മേൽ വെച്ചിരിക്കുന്നു എന്നാ വൈദികർ പറഞ്ഞപ്പോൾ ഇരുൾ മുറ്റി നിന്നിരുന്ന അവളുടെ ഉള്ളിലേക്ക് ഒരു പ്രകാശധാര കടന്നു വന്നു. ഭാരമേറിയ ആ കുരിശ് ആലീസിനെ ഞെരിച്ചമർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. താൻ ചെറുപ്പം തൊട്ടേ പോകുന്ന ദേവാലയത്തെക്കുറിച്ചുള്ള സ്മരണ അപ്പോൾ അവളുടെ മനസ്സിൽ കടന്നു വന്നു. ആ പള്ളിയുടെ ജാലകത്തിലെ വർണ്ണോജ്വലമായ കണ്ണാടി ചില്ലിൽ കൂടി കടന്നു വരുന്ന സൂര്യപ്രകാശത്തെക്കുറിച്ച് അവൾ ഓർത്തു. പലപ്പോഴും ആ ദേവാലയത്തിൽ നിന്ന് കേട്ട ഒരു ഗാനശകലം ഇപ്പോൾ ഹൃദയത്തിൽ അലയടിക്കുന്നില്ലേ എന്നവൾക്ക് തോന്നി. ആ ഗാനശകലം ഇപ്രകാരമായിരുന്നു: ക്രൈസ്തവ ഭടന്മാരെ പടക്കളത്തിലേക്കെന്ന പോലെ അണിയണിയായി മുന്നോട്ട് പോകുക, തൻ്റെ കുരിശെടുത്ത് യേശുവിന് പിന്നാലെ പോകുവിൻ എന്നായിരുന്നു ആ ഗാനത്തിൻ്റെ ചുരുക്കം. ആലീസിന് വെളിച്ചം കിട്ടി. താൻ വഹിക്കാത്ത യാതൊരു കുരിശും ദൈവം നമുക്ക് നൽകുന്നില്ല. കുരിശ് വഹിച്ചവൻ്റെ പിന്നാലെ അത്രേ നാം പോകുന്നത്. കുരിശ് നമ്മെ ചതച്ചരച്ച് കളയുന്നില്ല. അത് വിജയത്തിൻ്റെ പ്രതീകമാണ്. നിത്യമായ അന്ധതയിൽ ഞാൻ കഴിയേണ്ടി വരുമെങ്കിലും എൻ്റെ കുരിശിനെ ഞാൻ വിജയമായി രൂപാന്തരപ്പെടുത്തും. ഞാൻ ഒരിക്കലും തോറ്റുപോകുകയില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ജയിക്കും. ആലീസ് ബ്രൈറ്റ്സിൻ്റെ ഈ വാക്കുകൾ നമുക്ക് ധൈര്യം പകർന്നു തരുന്നവയാണ്. ഓർക്കണമേ,
ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അവൻ്റെ ജീവിതം. ഫിലിപ്പിയ ലേഖനം 4:13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസ്.